വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റാൻഡ്രസ് ആൻഡ് ടൈപ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. എസ്സേ, റിസർച്ച് പേപ്പർ, ബുക്ക് റിവ്യൂസ്, ടെക്സ്റ്റൽ അനലൈസിസ്, ലിറ്ററേച്ചർ റിവ്യൂസ്, പ്രൊജക്റ്റ് റിപ്പോർട്ട്സ്, പ്രൊപ്പോസൽ ആൻഡ് ഡിസർട്ടേഷൻ തെസീസ് എന്നിവയാണ് അക്കാഡമിക് റൈറ്റിങ്ങിൽ ഉൾപ്പെടുന്നത്. എങ്കിലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി പഠിക്കാനുള്ളത് എസ്സേ, റിസർച്ച് പേപ്പർ, കേസ് സ്റ്റഡി, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, പ്രപ്പോസൽ, ഡിസർട്ടേഷൻ തെസീസ് എന്നിവയാണ്. അതോടൊപ്പം തന്നെ അപ്രോച്ചസ് ടു അക്കാഡമിക് റൈറ്റിംഗ്, റെട്ടോറിക്കൽ മോഡ്സ് ഓഫ് റൈറ്റിംഗ് എന്നിവയും ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുന്നുണ്ട്. എസ്സേ ആർ യൂസ്ഡ് ടു അസസ് സ്റ്റുഡൻസ് പ്രോഗ്രസ്. എസ്സേ എഴുതുന്നത് ടു ആൻസർ എ ക്വസ്റ്റ്യൻ ഓർ ഡിഫെൻഡ് ആൻ ആർഗ്യുമെൻറ്റ് ഓർ ഒപ്പീനിയൻ ഓൺ എ ടോപ്പിക് വിത്ത് സപ്പോർട്ടിംഗ് എവിഡൻസ്. ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റിനെ ഡിഫെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനുള്ള സപ്പോർട്ടിംഗ് എവിഡൻസ് വെച്ചിട്ട് തൻ്റെ അഭിപ്രായം അറിയിക്കുന്നതിനോ ആണ് എസ്സേ മെയിൻലി എഴുതുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എസ്സേയുടെ ഇല്ലുസ്ട്രേഷണൽ വേർഡ്സ് ആണ്. ഒരുപാട് ഇല്ലുസ്ട്രേഷണൽ വേർഡ്സ് ഉണ്ട്. അതിൽ കുറച്ച് വേർഡ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. അനലൈസ്, ഡിഫൈൻ, ഡിസ്ക്രൈബ്, ഡിസ്കസ്, ഇവാലുവേറ്റ്, എക്സാമിൻ, സമ്മറൈസ്, ജസ്റ്റിഫൈ, ഇല്ലുസ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതിൽ കുറച്ച് ഇല്ലുസ്ട്രേഷൻ വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒരു സിമ്പിൾ എസ്സേയിൽ 5 പാരാഗ്രാഫ്സ് ആണ് ഉണ്ടായിരിക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ്, ദെൻ ലാസ്റ്റുള്ള കൺക്ലൂഷൻ പാരാഗ്രാഫ്, പിന്നെ അതിന് ഇടയിലുള്ള 3 ബോഡി പാരാഗ്രാഫ്സ്. ഇൻട്രൊഡക്ഷൻ പാരാഗ്രാഫ്, 3 ബോഡി പാരാഗ്രാഫ് ആൻഡ് കൺക്ലൂഷൻ പാരാഗ്രാഫ്സ്. ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് റിസർച്ച് പേപ്പറാണ്. എ റിസർച്ച് പേപ്പർ ഈസ് ലോങ്ങർ ദാൻ എസ്സേ. എസ്സേനെക്കാട്ടിലും ലെങ്തി ഉള്ളതായിരിക്കും റിസർച്ച് പേപ്പർ. ഇറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ എ ടോപ്പിക് ത്രൂ ഡിഫറെൻറ്റ് സെക്ഷൻ ലൈക്ക് ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ. റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ എപ്പോഴും പ്രസൻറ്റിംഗ് സോഴ്സിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ നമ്മുടെ ഫൈൻഡിങ്സ്, അനുമാനങ്ങൾ റിസർച്ച് പേപ്പറിൽ കാണിക്കണം. ഒരു റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ എപ്പോഴും പ്രത്യേക രീതിയിൽ, പ്രത്യേക സ്റ്റൈലിലാണ് എഴുതുന്നത്. ദ മോസ്റ്റ് പോപ്പുലർ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ ഇൻ സബ്ജക്റ്റ് അണ്ടർ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിലെ മോസ്റ്റ് പോപ്പുലർ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് MLA ആണ്, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. അതുപോലെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിലെ സ്റ്റൈൽ എന്ന് പറയുന്നത് APA ആണ്, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ. ഇതുകൂടാതെ തന്നെ ചിക്കാഗോ മാനുവൽ സ്റ്റൈലും അതുപോലെ ഫേമസ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, ഹാർവാർഡ് എന്നീ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അവരുടേതായ പ്രത്യേക സ്റ്റൈലുകളും ഉണ്ട്. ഇനി തേർഡ് നമുക്ക് നോക്കാനുള്ളത് പ്രപ്പോസൽസ് ആണ്. എ പ്രപ്പോസൽ എക്സ്പ്ലെയിൻസ് ദി ഒബ്ജക്റ്റീവ്സ്, പർപ്പസ്, മെത്തഡോളജി ആൻഡ് ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് എ പ്രൊജക്റ്റ്. PhD സ്റ്റുഡൻസിനൊക്കെയാണ് റിസർച്ച് പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്യേണ്ടതുള്ളത്. ദെൻ പ്രപ്പോസൽ റൈറ്റിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് യുവർ എബിലിറ്റി ടു പ്ലാൻ ഫോർ എ ഫ്യൂച്ചർ ആക്ഷൻ. നിങ്ങൾക്ക് ഫ്യൂച്ചർ ആക്ഷൻസ് പ്ലാൻ ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ എബിലിറ്റിയെ കാണിക്കുന്നുണ്ട്. ദെൻ പ്രപ്പോസൽസിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കവർ ലെറ്റർ, ടൈറ്റിൽ പേജ്, ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, മെത്തഡോളജി, ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഡീറ്റെയിൽസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിക്വയർഡ് എന്നിവയാണ്. ദെൻ ലാസ്റ്റ് ഉള്ളത് ബിബ്ലിയോഗ്രാഫി. അപ്പോൾ കവർ ലെറ്റർ ഉണ്ടായിരിക്കണം, ടൈറ്റിൽ പേജ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, മെത്തഡോളജി, ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ആക്ഷൻ, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് റിക്വയർഡ് ആൻഡ് പ്രിലിമിനറി ബിബ്ലിയോഗ്രഫി എന്നിവയാണ് എലമെൻറ്റ്സ്. ഇനി അടുത്തതായിട്ട് കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി യൂസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ്, മെഡിസിൻ എന്നീ സബ്ജക്റ്റുകളിലൊക്കെയാണ്. ദെൻ പ്രോബ്ലം സോൾവിങ്, ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് റൈറ്റിംഗ് ആണ് കേസ് സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല്. കേസ് സ്റ്റഡിയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബിങ് സിറ്റുവേഷൻ. ഫസ്റ്റ് വരുന്നത് ഡിസ്ക്രൈബിങ് സിറ്റുവേഷൻ ആണ്.
സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുക. ദെൻ ഐഡൻറ്റിഫൈ ദി ഇഷ്യൂ ടു ബി സോൾവ്ഡ്. നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അനലൈസ് ദി കേസ് അനലൈസ് ചെയ്ത് യൂസിങ് തിയറീസ് ആൻഡ് അപ്രോച്ചസ് റെലവൻറ്റ് ടു ദ ഡിസിപ്ലിൻ ആൻഡ് ഗിവിങ് ദി റെക്കമെൻഡേഷൻ ഫോർ സോൾവിങ് ദി പ്രോബ്ലം ഇൻ ദി ബെസ്റ്റ് പോസിബിൾ മാനർ. കേസ് സ്റ്റഡിയുടെ ഫോർമാറ്റ് സ്ക്രീനിൽ കാണുന്നുണ്ട്. 9 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ ഈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത് റിസർച്ച് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വിഷയത്തിൽ നേരത്തെ നടന്നിട്ടുള്ള പഠനങ്ങളുടെ ഒരു ചുരുക്കമായിരിക്കും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ എന്നത് ഫസ്റ്റ് വൺ ഷുഡ് കവർ ദി ബ്രോഡ് ഏരിയ ഓഫ് റിസർച്ച് ടോപ്പിക്. റിസർച്ച് ടോപ്പിക്കിൻ്റെ ബ്രോഡ് ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ സർവേ ലിറ്ററേച്ചർ ദാറ്റ് ഈസ് കറൻറ്റ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. തേർഡ് വൺ ടേക്സ് ഇൻ ടു അക്കൗണ്ട് വാട്ട്സ് റെലവൻറ്റ് ടു ദി ടോപ്പിക്. ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള മറ്റു പുസ്തകങ്ങളിൽ നിന്നിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ടായിരിക്കണം. ഫോർത്ത് വൺ ഡസ് നോട്ട് ലീവ് ഔട്ട് എനി സിഗ്നിഫിക്കൻറ്റ് വർക്ക് ഇൻ ദി ഫീൽഡ്. പ്രധാനപ്പെട്ട ഒന്നും തന്നെ വിട്ടുകളയാൻ പാടില്ല. ഡസ് നോട്ട് ലീവ് ഔട്ട് എനി സിഗ്നിഫിക്കൻറ്റ് വർക്ക് ഇൻ ദി ഫീൽഡ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്നത് ഷോർട്ടാണ്. അപ്പോൾ ആ ഒരു നോട്ട് വെച്ചിട്ട് എല്ലാവരും റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ക്വാളിറ്റീസ് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ളത് ഡെസേർട്ടേഷൻ തെസീസ് ആണ്. ഡെസേർട്ടേഷൻ തെസീസ് എന്നുള്ള ഈ വേർഡ്സ് പല രാജ്യങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് അമേരിക്കയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ഫൈനൽ പ്രൊജക്റ്റ് തെസീസും ഡോക്ടർ ഡിഗ്രിക്ക് ഡെസേർട്ടേഷനുമാണ്. എന്നാൽ ഇംഗ്ലണ്ടിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ഫൈനൽ പ്രൊജക്റ്റ് ഡെസേർട്ടേഷനും ഡോക്ടർ ഡിഗ്രിക്കുള്ളത് തെസീസുമാണ്. മാസ്റ്റർ പ്രൊജക്റ്റിനേക്കാൾ ലെങ്ത് കൂടിയതാണ് ഡോക്ടറൽ പ്രൊജക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് റെട്ടോറിക്കൽ മോഡ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. 9 ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നരേഷൻ, റീകൗണ്ടിങ് ഫാക്ട്സ്. ദെൻ ഡിസ്ക്രിപ്ഷൻ മീൻസ് ഡിസ്ക്രൈബിംഗ് പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. ദെൻ നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ ഓർ എക്സാംപ്ലിഫിക്കേഷൻ, അതായത് എക്സാമ്പിൾസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സ്പ്ലെയിനിങ് വിത്ത് എക്സാമ്പിൾസ്. ദെൻ നെക്സ്റ്റ് ഡിവിഷൻ ഓർ ക്ലാസിഫിക്കേഷൻ, അതായത് എക്സ്പ്ലെയിനിങ് കാറ്റഗറീസ് ആൻഡ് പാർട്സ്. ഭാഗം തിരിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യില്ലേ, കാറ്റഗറീസ് ആക്കിയിട്ട്, അതാണ് പറയുന്നത്. ദെൻ പ്രോസസ് അനലൈസിസ്, ദാറ്റ് മീൻസ് എക്സ്പ്ലെയിനിങ് ഹൗ തിങ്സ് വർക്ക് ആൻഡ് ഹൗ തിങ്സ് ക്യാൻ ബി ഡൺ. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നും നടക്കേണ്ടത് എന്നും വിശദീകരിക്കുക, പ്രോസസ് അനലൈസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, ദാറ്റ് മീൻസ് ഷോയിങ് സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. എന്താണ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്? സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും കാണിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗിവിങ് ദി മീനിങ് ആണ്, നിർവചനം, അർത്ഥം എന്നിവയ്ക്ക്. ലാസ്റ്റ് വൺ ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർsuasion, അതായത് ടു മേക്ക് ക്ലെയിംസ് ആൻഡ് സബ്സ്റ്റാൻഷിയേറ്റ് ദം. ടു മേക്ക് ക്ലെയിംസ്, അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അവയെ ന്യായീകരിക്കുകയും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് പെർsuasion എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു മൊഡ്യൂളിൽ ലാസ്റ്റ് പറയുന്നതാണ് അപ്രോച്ചസ് ടു അക്കാഡമിക് റൈറ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ എക്സ്പോസിറ്ററി ആണ്. എക്സ്പോസിറ്ററി എന്ന് പറയുന്നത് ടു എക്സ്പ്ലെയിൻ, ഇൻഫോം, ഡിഫൈൻ ഓർ ഡിസ്ക്രൈബ് എ സബ്ജക്റ്റ്. എക്സ്പ്ലെയിൻ, ഇൻഫോം, ഡിഫൈൻ ഓർ ഡിസ്ക്രൈബ് എ സബ്ജക്റ്റ്. നെക്സ്റ്റ് വൺ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് മീൻസ് യൂസ് വിഷ്വൽ വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടു എനേബിൾ വിഷ്വലൈസിങ്. വിഷ്വൽ വേർഡ്സ് ഉപയോഗിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പെർസ്യൂസീവ്. പെർസ്യൂസീവ് മീൻസ് എയിംസ് അറ്റ് കൺവിൻസിങ് റീഡേഴ്സ് ടു ആക്സെപ്റ്റ് ദി റൈറ്റേഴ്സ് വ്യൂ പോയിൻ്റ്. റൈറ്റേഴ്സിൻ്റെ വ്യൂ പോയിൻറ്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. ആരെ? റീഡേഴ്സിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. അടുത്തതായിട്ടുള്ളത് അനലറ്റിക്കൽ ആണ്. അനലറ്റിക്കൽ മീൻ കണ്ടെയ്ൻ എലമെൻറ്റ്സ് ഓഫ് എക്സ്പോസിഷൻ, പെർsuasion ആൻഡ് ഡിസ്ക്രിപ്ഷൻ. Analytical may contain elements of exposition, persuasion and description.
അനലിറ്റിക്കൽ കമ്പയർസ് ആൻഡ് കോൺട്രാസ്റ്റ് ആണ്, അതായത് താരതമ്യപ്പെടുത്തുകയും വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ക്രിറ്റിക്കൽ ഓർ ഇവാലുവേറ്റീവ്. ക്രിറ്റിക്കൽ ഓർ ഇവാലുവേറ്റീവ് പോയിൻ്റ് ഔട്ട് ദി മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആൻഡ് പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ്സ്. മെറിറ്റും ഡീമെറിറ്റും കാണിക്കുകയും അതിൻ്റെ ആൾട്ടർനേറ്റീവിനെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Then last, narrative or reflective. It can be written in first person ആണ്. Conclusion with a personal view. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.